അയ്യോ, എനിക്ക് ഡാഡിയെ പറ്റി നല്ല ഓർമ്മയുള്ളൂ. ഞാനത് അച്ഛനെന്നുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു, എൻ്റെ കൂട്ടുകാർക്ക് നല്ല സുഹൃത്തായിരുന്നു. അപ്പം ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി. ഞാൻ ടീച്ചറായിരുന്നു. കോവിഡ് ആയിരുന്ന സമയത്ത് വീട്ടിൽ ചുമ്മാതിരുന്ന സമയത്ത് വെറുതെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള ഇതിൽ ഇന്ന് എൻ്റെ പടം റിലീസായിരുന്നു. കുഴപ്പമില്ല, നല്ല ആരണ്യം. കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് ഇപ്പം എനിക്കിപ്പം തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെ പിന്നെ ഒരാളായി. ഇപ്പം എനിക്ക് 4 സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെല്ലാം രാവിലെ വരും. എല്ലാവരും കൂടെ ചേർന്ന് രാവിലെ ഞാനും അവരുടെ കൂടെ കൂടും. ഒരു ശർക്കരയുടെ ഒരു പാലിൻ്റേതും മൊത്തം നമുക്കിപ്പോൾ 21 ടൈപ്പ് പായസമുണ്ട്. ഒരു ദിവസം 2 പായസം വെച്ച് അങ്ങനെ. തിരുവല്ല ചെങ്ങന്നൂർ പാതയിൽ തിരുമൂലപുരത്ത് മധുരം പായസക്കടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പായസക്കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിൻ്റെ എക്കാലത്തെയും അനശ്വര നടനായ MG സോമൻ്റെ വീടിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ സജി സോമനും ഭാര്യയും ചേർന്നാണ് ഈ പായസക്കട 4 വർഷമായി നടത്തുന്നത്. ഇന്ന് നമുക്ക് ആ പായസക്കടയുടെ വിശേഷങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് ചെന്നോട് അതായത് സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഏറ്റവും കൂടുതൽ ഈ നാട്ടുകാർക്ക് പായസം മധുരം വിളമ്പുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയായ ആരണ്യം എന്ന സിനിമ കൂടി ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരട്ടി മധുരമാണ് ഈ പായസക്കടയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് സജി സോമൻ്റെ സിനിമാ വിശേഷങ്ങളും ഈ പായസത്തിൻ്റെ രുചിയും സ്വാദും ഒക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ച് അറിയേണ്ടതുണ്ട്. ഈ രണ്ടുപേരും കൂടെ തുടങ്ങിയ ഒരു സംരംഭമാണോ അതോ ചേച്ചി തന്നെയാണോ? ഞങ്ങൾ രണ്ടുപേരും ഇടാ. എന്നാലും ബാക്കി കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ. സെയിലിൻ്റെ കാര്യങ്ങളും ഒക്കെ സജി തന്നെ എല്ലാം ചെയ്യുന്നത്. ഈ തിരക്കിനിടയിലൊക്കെ അദ്ദേഹത്തിന് കിട്ടുമോ? ഉണ്ട്, അങ്ങനെയൊന്നും ഇല്ല, എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും കുറച്ചായിട്ടുള്ളൂ. അങ്ങനെ ഈ ഏപ്രിൽ ആകുമ്പോഴത്തേക്കിന് 5 വർഷമാവും. എങ്ങനെയുണ്ട്? ആൾക്കാരൊക്കെ വന്ന് അറിഞ്ഞു വരുന്നുണ്ട്? എങ്ങനെയാണ് കച്ചവടമൊക്കെ? നല്ല ഇതാണ്. നമുക്കങ്ങനെ വലിയ പരസ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇതുപോലെ എല്ലാവരും രുചിച്ച് നോക്കി നല്ല അഭിപ്രായം പറഞ്ഞ് കേട്ട് പലരും വരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് സ്വാദിഷ്ടപ്പെട്ട് വീണ്ടും വരുന്നവരുണ്ട്. ഉണ്ട്, അങ്ങനെയുണ്ട്. സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. പിന്നെ അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്ലി ഇതാണ്. അവർക്ക് അറിയാം. നമ്മൾ അവർ വിളിച്ചു പറയും, നമ്മളത് എടുത്ത് വെച്ചേക്കും. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ശരി. ശരിക്കും ഒരു വരുമാനം എന്ന നിലയിൽ ആണോ അതോ എങ്ങനെയാണ് ഒരു ഇപ്പം വീട്ടമ്മ എന്ന നിലയിൽ ചേച്ചിക്ക് സമയം പോക്കിന് വേണ്ടിയാണോ? ഇല്ല, പുള്ളിക്കാരി ടീച്ചറായിരുന്നു. ആ കോവിഡ് വന്ന സമയത്ത് റിസൈൻ ചെയ്തു. ഞാൻ ടീച്ചറായിരുന്നു. കോവിഡ് ആയിരുന്ന സമയത്ത് വീട്ടിൽ ചുമ്മാതിരുന്ന സമയത്ത് വെറുതെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള ഇതിൽ മറ്റാരും ചെയ്യാത്ത ഒരു ഇത് ചെയ്യാമെന്നുള്ള ഇവിടെ അമ്മയ്ക്ക് പായസം എന്നുള്ള ഇത് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. പിന്നെ വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ച് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടോടുകൂടി എൻ്റെ അമ്മയാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം പറഞ്ഞു തരുകയും അങ്ങനെ തുടങ്ങിയതാണ്. എന്തൊക്കെ ഇതാണ് ഇപ്പം ഇവിടെ ഉള്ളത്? നമുക്ക് ഒരു ദിവസം 2 പായസമാണ് വരുന്നത്. ഒരു ശർക്കരയുടെ ഒരു പാലിൻ്റേതും മൊത്തം നമുക്കിപ്പോൾ 21 ടൈപ്പ് പായസമുണ്ട്. ഒരു ദിവസം 2 പായസം വെച്ച് അങ്ങനെ. 21 ടൈപ്പ് അതെന്താണെന്ന് പറയാം? അത് അടപ്രഥമനുണ്ട്, പാലടയുണ്ട്, പയർ പായസം, കടല പായസം, പാൽ പായസം, മത്തങ്ങ, ക്യാരറ്റ്, ചക്ക, മാങ്ങ, കരിക്ക് എല്ലാം. അങ്ങനെ മില്ലറ്റ് പായസമുണ്ട്. അങ്ങനെ കുറേ ഇതുണ്ട്. പായസത്തിന് കുറേ വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചു? നേരത്തെ അറിയാൻ പിന്നെ പഠിച്ചതാണോ? ഇല്ല, സേമിയ മാത്രം ഉണ്ടാക്കും നന്നായിട്ട്. അപ്പോൾ അമ്മയുടെ കുറേ ഇതുണ്ട്. പിന്നെ പുള്ളിക്ക് തന്നെ കുറേ ഒരുപാട് എഫേർട്ട് എടുക്കണ്ടോ രാവിലേക്ക്? ഉണ്ട്. ഇപ്പം എനിക്കിപ്പം തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെ പിന്നെ ഒരാളായി. ഇപ്പം എനിക്ക് 4 സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെല്ലാം രാവിലെ വരും. എല്ലാവരും കൂടെ ചേർന്ന് രാവിലെ ഞാനും അവരുടെ കൂടെ കൂടും. അങ്ങനെ നമുക്ക് ഇവിടെ 11:30 ആകുമ്പോൾ കൗണ്ടർ തുടങ്ങും. ഇവർ 7 മണിയാകുമ്പോഴത്തേന് അവരെല്ലാം വരും. അങ്ങനെ അതിൻ്റെ കൂടെ നമുക്ക് ഹോം മെയ്ഡ് സാധനങ്ങളെല്ലാം ഉണ്ട്. ചിപ്സ് തന്നെ 3-4 വെറൈറ്റി ഉണ്ട്. അച്ചപ്പ്, ഉണ്ണിയപ്പം, അവൽ വിളയിച്ചത്, ചമ്മന്തിപ്പൊടി, അങ്ങനെ ഹോം മെയ്ഡ് സാധനങ്ങൾ അങ്ങനെ കുറേ ഉണ്ട്. അതിലുപരി ഒരു അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ്റെ മകനാണ്, സിനിമാ നടൻ കൂടിയാണ്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് വിൽക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് എന്തൊക്കെ പറയാം? ആള് അത് സജി നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. മലയാളീസ്. ഇന്ന് എൻ്റെ പടം റിലീസായിരുന്നു. സിനിമാ വിശേഷം ഇന്ന് എൻ്റെ പടം റിലീസായിരുന്നു. കുഴപ്പമില്ല, നല്ല ആരണ്യം. കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്.
അപ്പോൾ പായസം എടുത്തപ്പോൾ തന്നെ ഇന്നിപ്പോൾ ഇരട്ടി മധുരമുള്ള ദിവസം. അതെ 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 അതെ. എന്നാലും നമ്മൾ കൗണ്ടർ വിട്ട് പോകുന്നില്ല ഇവിടെ. പടം കണ്ടു പടം കണ്ടു രാവിലെ പടം കണ്ടു. കുഴപ്പമില്ല, നല്ല റിപ്പോർട്ടാണ്. നായകൻ തന്നെ. നായകനാണ്. എങ്ങനെയാണ് പടത്തെ പറ്റി രണ്ട് വാക്ക് പറയാം? ഞാൻ അഭിനയിച്ച പടത്തെ പറ്റി ഞാൻ തന്നെ എത്തുന്നു പറയാൻ കുഴപ്പമൊന്നുമില്ല. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. പിന്നെ ഞാൻ ഒത്തിരി നാളിന് ശേഷമാണ് പടം ചെയ്യുന്നത്. 10-16 വർഷം കഴിഞ്ഞിട്ട് പടം ചെയ്യുന്നത്. 16 സോറി, ഞാൻ ഇടയ്ക്ക് OBV ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യുന്ന പടമാണ്. വീണ്ടും സജീവമായി സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. വീണ്ടും സജീവമായി വരാനുള്ള ശ്രമത്തിലാണ്. നമുക്കിപ്പോൾ പറയുമ്പോൾ നമ്മുടെ MG സോമൻ അദ്ദേഹത്തിൻ്റെ അതുല്യനായ ഒരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ് മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അയ്യോ, എനിക്ക് ഡാഡിയെ പറ്റി നല്ല ഓർമ്മയുള്ളൂ. ഞാനത് അച്ഛനെന്നുള്ള എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് നല്ല സുഹൃത്തായിരുന്നു. അപ്പം ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ വാഹനം പോലും ഇപ്പോഴും ഈ KL 7G7 അതിപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്, അതിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. മോനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനിപ്പം MTech ചെയ്യുന്നു കാനഡയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനത് വരുവാൻ അത്ര നാൾ ഓടാ കിടക്കണ്ടല്ലോ എന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. 30 വർഷമായി. പുതിയ സിനിമ താരങ്ങളൊക്കെ ഇവിടെ വരാറുണ്ടോ നിങ്ങളൊക്കെ അന്വേഷിക്കാൻ? ഉണ്ട്, മിക്ക രഞ്ജേട്ടൻ വരാറുണ്ട്. സുരേഷ് ചേട്ടനും ഇപ്പം അടുത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നിരുന്നു. പിന്നെ ഇതിലെ പോകുന്ന ഇതിൽ സുരേഷ് ചേട്ടൻ മിക്കവാറും രഞ്ജേട്ടനുണ്ട്. ചെങ്ങന്നൂർ പോകുമ്പോഴത്തേക്കുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന ഇതിലെ പോകുന്നവരൊക്കെ വരും. പണ്ട് കാലത്ത് അച്ഛനൊപ്പം ഒക്കെ കുട്ടിയായിരിക്കുമ്പോഴത്തേന് ഈ ലൊക്കേഷൻ സ്ഥലത്തൊക്കെ പോകുമല്ലോ. അന്നത്തെ കാലത്തെ ആ ഓർമ്മകളൊക്കെ ഒന്ന് പറയൂ. അന്നത്തെ കാലത്ത് ഓർമ്മയില്ല. നമ്മളുടെ അവധിക്കാലം മുഴുവൻ ഞാൻ ലൊക്കേഷനിൽ ചിലവഴിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോകാനുള്ള സമയം അവിടെ ലൊക്കേഷൻ നമ്മൾ വെറുതെ കറങ്ങി നടന്ന് തീർക്കുമായിരുന്നു. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന നടന്മാരെയൊക്കെ കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരെയും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട സീനിയർ ഓൾമോസ്റ്റ് എല്ലാവരെയും, മലയാളം, തമിഴ്, ഹിന്ദിയൊക്കെ ഇടയ്ക്ക് ഈ സജി സോമൻ എന്താണ് സിനിമയിൽ ആക്റ്റീവ് ആകാതെ ഇടയ്ക്ക് ഒന്ന് മാറി നിന്ന പോലെ തോന്നുന്നു? ആദ്യം ഒരു തിലകം എന്ന സിനിമയിൽ ഞാൻ ആദ്യം 2005 വരെ പടം ചെയ്തിരുന്നു. പിന്നെ മാറി നിന്നതല്ല, ഞാൻ ശരിക്കും ഗൾഫിൽ പോയത് 2 വർഷം ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ നല്ല ജോലിയായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. ട്രായില്ല 13-14 വർഷത്തോളം അവിടെ ആയിരുന്നു. ഇനി വേണ്ട, നാട്ടിൽ തന്നെ നിന്നേക്കാമെന്ന് വിചാരിച്ചു. അതാണ് പുതിയൊരു പടമൊക്കെ ചെയ്യാൻ ഇനിയിപ്പം തുടക്കമാണ്. ഇന്നിപ്പോൾ പറഞ്ഞ റിലീസ് ഉണ്ടായിരുന്നു. അടുത്ത പടം ഷൂട്ട് തീർന്നതേ ഉള്ളൂ. പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ് ഷൈൻ ടോം ചാക്കാണ് ഹീറോ. എൻ്റെ വർക്ക് ഉടനെ കാണും. 1 മാസത്തിനകത്ത് റിലീസ് കാണും. പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല കഥകളൊക്കെയാണോ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ സിനിമയിൽ? ഞാൻ അങ്ങനെ സെലക്റ്റീവ് ആകാനും മാത്രമൊന്നും ആയില്ല. തുടങ്ങിയല്ലേ, വീണ്ടും രണ്ടാമത്തെ തുടക്കമല്ലേ. കറക്റ്റായോ ഇവിടെ അങ്ങോട്ട് മാറ്റുക. ആൾക്കാർക്ക് വന്നിരുന്ന് കഴിച്ചിട്ട് പോകാനുള്ള. ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്ന് ഈ റോഡ് സൈഡിൽ നിൽക്കുകയല്ലേ. അപ്പം ഇതാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വന്നിരുന്ന് കഴിക്കാം. പിന്നെ ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം വിലയൊക്കെ എങ്ങനെയാണ് ചേച്ചി? നമുക്ക് 1 ലിറ്റർ പായസത്തിന് 250 പിന്നെ അര ലിറ്റർ നമുക്ക് 130. പാലടയ്ക്ക് മാത്രമേ ഉള്ളൂ റേറ്റ് വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. ഫംഗ്ഷനൊക്കെ ആൾക്കാർ പറയും, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്. 21 തരം വ്യത്യസ്തമായ പായസങ്ങളാണ് ഇവിടെയുള്ളത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായിരുന്ന MG സോമൻ്റെ ഓർമ്മകൾ നിറയുന്ന ഈ വീട്ടുമുറ്റത്ത് ഇവിടെ മധുരവും പായസവും ഒക്കെ വിളമ്പുകയാണ്. അപ്പോൾ മകൻ സജി സോമൻ്റെ സിനിമാ വിശേഷങ്ങളും അറിയാൻ പറ്റും. അതിന് ഇരട്ടി മധുരമായി മാറുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, തിരുവല്ല.